ഹായ് കുട്ടിക്കാരെ, ഇന്ന് നമുക്കൊരു ഗാന്ധി ജയന്തി പ്രസംഗമായല്ലോ. പ്രസംഗം കേട്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമസ്കാരം. ആദ്യമായി എല്ലാവർക്കും എൻ്റെ ഗാന്ധി ജയന്തി ആശംസകൾ. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. സത്യവും അഹിംസയും ലോകത്തിന് സമ്മാനിച്ച നമ്മുടെ ബാപ്പുജിയുടെ ജന്മദിനമാണ്. ഗാന്ധിയൻ ആശയത്തോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 2 അഹിംസാ ദിനമായി ആചരിക്കുന്നു. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രയത്നിക്കുകയും പോരാടുകയും ഒടുവിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി ജനിച്ചു. കുട്ടിക്കാലം മുതൽ സത്യസന്ധത പാലിച്ചു വന്ന മൂല്യബോധമുള്ള കുട്ടിയായിരുന്നു ഗാന്ധി. ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിന് അദ്ദേഹം നൽകിയ സംഭാവന ചെറുതൊന്നുമല്ല. അഹിംസയിലൂന്നിയ സമര സിദ്ധാന്തങ്ങളിലൂടെ അദ്ദേഹം ലോകമെമ്പാടും പ്രശസ്തനായി. ഏറ്റവും കഠിനമായ പ്രതിസന്ധിയിലും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങൾ അടിയുറച്ചു പ്രവർത്തിക്കുകയും അത് ജീവിതശൈലി ആക്കുകയും ചെയ്തു. ജാതി വ്യവസ്ഥക്കെതിരെ പോരാടുകയും തൊഴിലില്ലായ്മ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു അദ്ദേഹം. ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഗ്രാമവികസനത്തിനായി കുറേ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. കുടുംബവും സമൂഹവും വ്യക്തിയും നന്നാവണം, എന്നാൽ മാത്രമേ രാജ്യം ഉന്നതിയിൽ എത്തൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മഹാമാരി പടർന്നു പന്തലിക്കുന്ന ഈ സാഹചര്യത്തിൽ ലാളിത്യം, സഹജീവ സ്നേഹം മുതലായ ഗാന്ധിയൻ ആശയങ്ങൾ നമുക്ക് പിൻപറ്റാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ. ജയ് ഹിന്ദ്. I should fuck her in the Benz.